ഇത് കാരണമാകുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് ഒരു രീതിയിലും സഹകരിക്കാത്ത ഇന്ത്യ താലിബാൻ ഭരിക്കുന്നത് കൊണ്ട് പോലും അഫ്ഗാനിസ്ഥാനുമായിട്ട് നയതന്ത്ര ബന്ധത്തിലാവുന്നു. അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധിയെ ഡൽഹിയിൽ വിളിച്ചു വരുത്തുന്നു. അഫ്ഗാൻ എംബസിയിൽ അവരുടെ അംബാസിഡർ പ്രവർത്തനം ആരംഭിക്കുന്നു. അഥവാ അഫ്ഗാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാൻ ഇതിനൊന്നും തയ്യാറല്ല. എങ്കിലും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണം എന്നുള്ളത് അമേരിക്കയുടെ തീരുമാനത്തിന് ഭാഗമായിട്ടാണോ എന്നാണ് ലോകം സംശയിക്കുന്നത്. ലോകത്തിലെ വിവിധ ജേർണലിസ്റ്റുകൾ അത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, നിലവിലുള്ള അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം എന്നുള്ളത് അമേരിക്കൻ വിരുദ്ധരാണ്. അമേരിക്ക അവിടെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സൈനിക താവളം ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് അവിടെ സൈനിക താവളങ്ങൾ അനുവദിക്കണമെന്നാണ്. പക്ഷേ ഇത് ചെവികൊള്ളാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറായിട്ടില്ല, അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ പാകിസ്ഥാന്റെ മിലിറ്ററി തലവൻ ഹസീം മുനീറിന് വലിയ സ്വീകരണമാണ് അമേരിക്ക കൊടുത്തത്. ട്രംപിന്റെ വക അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു. ട്രംപിന്റെ വസതിയിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിരുന്നു സൽക്കാരമൊക്കെ കൊടുത്തു. അമേരിക്കയുടെ കമാൻഡിന് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ട്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ നിലവിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ നേരത്തെ കുറച്ചും കൂടി ഇതിലൊരു അത് വിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും ഉണ്ടാകാൻ കഴിയും. പക്ഷേ നിലവിലുള്ള പാകിസ്ഥാന് സൈനിക തലവൻ അസീം മുനീർ എന്നുള്ളത് അമേരിക്കയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന, അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൈനിക മേധാവിയാണ്. ഇതാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ കാരണമായിട്ട് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ നിലപാട് എന്നുള്ളത് നിലവിലുള്ള ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന് പിന്തുണ നൽകുന്നതായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ നിലപാട് എന്നുള്ളത്. നേരത്തെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ അതിന് നിശബ്ദമായ പിന്തുണ ഇറാൻ നൽകിയെന്നുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. ആ രീതിയിൽ ഈ ഒരു അവരുടെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ ഇറാനും അഫ്ഗാനിസ്ഥാനും വലിയ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പക്ഷേ നിലവിലുള്ള ലോക സാഹചര്യത്തിൽ അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുമെന്നുള്ള ആ ഒരു സാഹചര്യം